എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം 2025 ഒരു ഇ-വി സ്കൂട്ടർ വാങ്ങണോ വേണ്ടയോ എന്നതിനെക്കുറിച്ചുള്ളതാണ്. നിങ്ങളിൽ പലർക്കും ഉള്ളൊരു സംശയം തന്നെയായിരിക്കും ഇത്. ഇപ്പോൾ ഒരു ഇ-വി എടുക്കണോ അതോ ഒന്നും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണോ എന്നുള്ള കാര്യം. നമുക്കൊന്ന് നോക്കാം. 2025 ഒരു ഇ-വി സ്കൂട്ടർ വാങ്ങുന്നത് പലർക്കും ഒരു സ്മാർട്ട് ഡിസിഷൻ തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും അത് ഫിറ്റ് ആകണമെന്നുമില്ല. ആരൊക്കെയാണ് ഇപ്പോൾ ഒരു ഇ-വിയിലേക്ക് മാറേണ്ടത്, ആരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് ആർക്കൊക്കെയാണ് ഇപ്പോൾ ഒരു ഇ-വി സ്യൂട്ട് ആയിട്ടുള്ളതെന്ന് നോക്കാം. ഷോർട്ട് യൂസേജേ നിങ്ങൾക്ക് ഉള്ളൂ എങ്കിൽ ഡെയിലി ഡ്രൈവ് വരുന്നത് 50 ടു 80 കിലോമീറ്റർ വരെയാണോ? സിറ്റി ഡ്രൈവ്, ഓഫീസിൽ പോകാൻ, കോളേജ് പോകാൻ, ചെറിയ ഷോപ്പിംഗ് ഇവയൊക്കെയാണ് പ്രധാനമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ഇ-വി സ്കൂട്ടർ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ബെനിഫിറ്റ് സാമ്പത്തിക ലാഭം തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ പെട്രോൾ വില എന്ന് പറയുന്നത് നമ്മുടെ പുഷ്പചരനെ പോലെയാണല്ലോ, താഴത്തില്ലാന്ന് ഒറ്റ വാശി നിൽക്കുവാണ്. അതുകൊണ്ട് തന്നെ മിനിമം മന്ത്ലി നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 3000 ടു 4000 രൂപ വരെയാണ്. കയ്യിലിരിക്കുന്ന കാശിൻ്റെ ഒരു ഭാഗം പെട്രോൾ പമ്പിൽ കൊണ്ടുപോയി കത്തിച്ച് കളയേണ്ട കാര്യം ഇനിയില്ല. മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവ് എന്നുള്ളതാണ്. ഇ-വിയിൽ മെയിൻ്റെനൻസ് കോസ്റ്റിൻ്റെ ടെൻഷൻ വളരെ കുറവാണ്. പെട്രോൾ വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് എങ്കിൽ എഞ്ചിൻ ഓയിൽ, ഗിയർ ഓയിൽ, എയർ ഫിൽറ്റർ, ക്ലച്ച് ബെൽറ്റ്, റോളർ സെറ്റ്, സ്പാർക്ക് പ്ലഗ് ഇങ്ങനെയുള്ള ഒരു കോസ്റ്റും ഇ-വി വണ്ടികൾക്ക് വരുന്നില്ല. അതുപോലെ തന്നെ ഇ-വി സ്കൂട്ടർക്ക് സർവീസ് ഇൻ്റർവെല്ലും കൂടുതലാണ്. ഒരു പെട്രോൾ സ്കൂട്ടർ 3-4 മാസം കൊണ്ട് സർവീസ് ആകുമ്പോൾ ഒരു ഇ-വി സ്കൂട്ടറിൻ്റെ സർവീസ് വരുന്നത് വർഷത്തിൽ 2 തവണ മാത്രമാണ്. അതുകൊണ്ട് തന്നെ സർവീസ് സെൻറ്ററിൽ നിന്ന് പോക്കറ്റും കീറി ഇറങ്ങി വരേണ്ട അവസ്ഥയും വരുന്നില്ല. പിന്നെ ഉള്ളൊരു കാര്യം, ഫീച്ചർ റിച്ച് ആയിട്ടാണ് ഇ-വി സ്കൂട്ടറുകൾ വരുന്നത്. ഡിജിറ്റൽ ഡിസ്പ്ലേ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, നാവിഗേഷൻ ഇതൊക്കെ ഡിഫോൾട്ടായിട്ട് തന്നെ ഇ-വി സ്കൂട്ടറുകൾ ലഭിക്കുന്നു. ഫോൺ കോള്, SMS നോട്ടിഫിക്കേഷൻ, മാപ്പ്, ബാറ്ററി പെർസെൻറ്റേജ് എല്ലാം സ്ക്രീനിൽ തന്നെ കിട്ടും. പിന്നെ ആപ്പ് വഴി സ്കൂട്ടർ ലോക്ക് ചെയ്യാം, ട്രാക്ക് ചെയ്യാം, തെഫ്റ്റ് അലേർട്ട് ലഭിക്കും. ഇതെല്ലാം ഫോൺ വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. മറ്റൊരു ഫീച്ചറാണ് റിവേഴ്സ് മോഡ്. കേൾക്കുമ്പോൾ നമുക്കൊരു സിമ്പിൾ ഫീച്ചറായിട്ട് തോന്നുന്നു എങ്കിലും അതിൻ്റെ ഉപയോഗം വരുന്നത് നമ്മളൊരു കയറ്റപ്പുറത്തൊക്കെ നിന്ന് റിവേഴ്സ് എടുക്കേണ്ടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഉപയോഗം നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകുക. അതുകൊണ്ട് തന്നെ റിവേഴ്സ് മോഡ് സിമ്പിളാണ്, അതുപോലെ പവർഫുള്ളുമാണ്. പിന്നെ സ്റ്റോറേജ് സ്പേസ്, കീലെസ് എൻട്രി അങ്ങനെ ഫീച്ചേഴ്സിൻ്റെ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് പോലെയാണ് ഇ-വി സ്കൂട്ടറുകൾ നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. പിന്നെ ഇ-വി സ്കൂട്ടറുകളുടെ മറ്റൊരു ഗുണമാണ് ഇൻസ്റ്റൻറ്റ് പിക്കപ്പ് ആൻഡ് സ്മൂത്ത് ഡ്രൈവിംഗ്. ത്രോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് റെസ്പോൺസാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ നോയിസോ വൈബ്രേഷനോ ഒന്നുമില്ലാതെ സ്മൂത്ത് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് ഡ്രൈവ് ഇ-വി സ്കൂട്ടറുകളിൽ നമുക്ക് ലഭിക്കുന്നു. പിന്നെ നമുക്ക് കിട്ടുന്ന മറ്റൊരു ഗുണമാണ് ഹോം ചാർജിങ്ങിൻ്റെ ഒരു കൺവീനിയൻസ്, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി. ഇങ്ങനെയെല്ലാം കൂടെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഷോർട്ട് യൂസേജാണ് നിങ്ങൾക്ക് ഉള്ളൂ എങ്കിൽ ഒരു ഇ-വി സ്കൂട്ടർ ഇപ്പോൾ കറക്റ്റ് ചോയ്സാണ്. ഇനി നമുക്ക് ആരൊക്കെ വെയിറ്റ് ചെയ്യണമെന്ന് നോക്കാം. നിങ്ങളിപ്പോൾ ഒരു ഇ-വി സ്കൂട്ടർ നോക്കുന്നത് ഒരു ലോങ് റേഞ്ചിലേക്കാണ് എങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതാവും നല്ലത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇ-വി സ്കൂട്ടറുകളുടെ റേഞ്ച് തന്നെയാണ്. കമ്പനികൾ 200+ കിലോമീറ്റർ റേഞ്ച് പറയുന്നുണ്ട് എങ്കിലും റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ അത് അത്രയും കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം ഇ-വി വണ്ടികളുടെ റേഞ്ച് നിർണ്ണയിക്കുന്നത് നമ്മുടെ ഡ്രൈവിംഗ് പാറ്റേൺ, നമ്മുടെ ഡ്രൈവിംഗ് കണ്ടീഷൻ ഇവയെല്ലാം അനുസരിച്ച് ഇ-വി വണ്ടികളുടെ റേഞ്ചിൽ വേരിയേഷൻ വരും. ഇപ്പോൾ ഒരു ഹൈവേയിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന റേഞ്ച് ഒരിക്കലും ഒരു ഹൈ റേഞ്ച് മേഖലയിൽ കിട്ടില്ല. അതുപോലെ ട്രാഫിക് കണ്ടീഷനിൽ കൂടെ പോകുമ്പോഴും ഇ-വി വണ്ടികളുടെ റേഞ്ച് കുറയും. വാഹനം ഓടിക്കുന്ന രീതി, ഡ്രൈവിംഗ് കണ്ടീഷൻ, പാസഞ്ചർ ലോഡ് എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ റിയൽ ലൈഫ് മൈലേജ് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് 200 റേഞ്ച് പറയുന്ന വണ്ടികൾക്ക് പോലും റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ 120-150 കിലോമീറ്ററായി ചുരുങ്ങിപ്പോകുന്നത്. പിന്നെ നമ്മൾ ലോങ് റൈഡുകളിൽ നേരിടാൻ പോകുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുറവ്. മെയിൻ സിറ്റികളിൽ കുറച്ചൊക്കെ ചാർജിംഗ് സ്റ്റേഷൻസ് ആയിട്ടുണ്ട് എങ്കിൽ പോലും സ്റ്റിൽ ഇപ്പോൾ നെറ്റ്വർക്ക് വീക്ക് തന്നെയാണ്. സിറ്റികൾ അങ്ങ് വിട്ടാൽ പിന്നെ ചാർജിംഗ് സ്റ്റേഷൻസ് വളരെ കുറച്ചേ ഇപ്പോഴും ആയിട്ടുള്ളൂ. അതിൽ തന്നെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നവ വിരലിൽ എണ്ണാൻ മാത്രമേ ഉള്ളൂ. പല പല ആപ്ലിക്കേഷൻസിലൂടെ നമുക്ക് ചാർജിംഗ് സ്റ്റേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാമെങ്കിലും അതിൽ പലതും പ്രോപ്പറായ ഒരു വർക്കിംഗ് കണ്ടീഷൻ അല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലെക്സിബിളായ ലോങ് റൈഡ് നമുക്ക് ലഭിക്കുന്നില്ല. ഡ്രൈവിൽ എപ്പോഴെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ബാറ്ററി ലോ വന്നാൽ ശരിക്കും നമ്മൾ പെട്ടുപോകും. മറ്റൊരു പ്രശ്നം ചാർജിംഗ് ടൈം തന്നെയാണ്. ഒരു ഇ-വി സ്കൂട്ടറുകളുടെ മിനിമം ചാർജിംഗ് ടൈം പറയുന്നത് 3 to 6 hours ആണ്. ഫാസ്റ്റ് ചാർജിംഗ് ഡെവലപ്പ് ആകുന്നുണ്ട് എങ്കിൽ പോലും ഒരിക്കലും ഒരു പെട്രോൾ വണ്ടി പോലെ പെട്ടെന്ന് ഒരു ഫുൾ ചാർജ് നമുക്ക് ഇ-വി സ്കൂട്ടറുകളിൽ സാധിക്കില്ല. അതുപോലെ ഫ്ലാറ്റിൽ താമസിക്കുന്നവർ, റെന്റഡ് ഹൗസ്, ഓൺ റോഡ് പാർക്കിംഗ് പോലെയുള്ളവർക്ക് ഹോം ചാർജിംഗ് ഫെസിലിറ്റി കിട്ടത്തില്ല എന്ന പ്രശ്നവുമുണ്ട്. അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ബാറ്ററി റീപ്ലേസ്മെൻറ്റ് തന്നെയാണ്. ഇ-വി സ്കൂട്ടറുകളുടെ ബാറ്ററി ലൈഫ് 5 to 7 years പറയുന്നുണ്ട് എങ്കിലും ഉപയോഗത്തിനനുസരിച്ച് അതിൻ്റെ റേഞ്ചും കുറവ് വരും. വാങ്ങിയ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന റേഞ്ച് മുന്നോട്ട് പോകുന്തോറും കിട്ടാതെയാകുന്നു. റീപ്ലേസ് ചെയ്യേണ്ട സമയമാകുമ്പോഴേക്കും എറൗണ്ട് ഒരു 30,000 to 70,000 രൂപ വരെ ചിലവാക്കേണ്ടി വരും. മറ്റൊരു പ്രശ്നം റീസെയിൽ വാല്യൂ ആണ്. ഇ-വി വണ്ടികൾ മാർക്കറ്റിൽ പുതിയതായതുകൊണ്ട് തന്നെ റീസെയിൽ വാല്യൂവിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും സംശയത്തിലാണ്. പെട്രോൾ വണ്ടികൾക്കുള്ളതുപോലെ ഒരു സ്ട്രോങ് ആയ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് ഇ-വി വണ്ടികളിൽ ലഭിക്കുന്നില്ല. മറ്റൊരു പ്രശ്നം ഹൈവേ റൈഡ് സ്റ്റെബിലിറ്റി കുറവാ എന്നുള്ളത് തന്നെയാണ്. ബഡ്ജറ്റ് ഇ-വി സ്കൂട്ടറുകളിൽ വരുന്നത് സ്മോൾ വീൽസും ലൈറ്റ് വെയ്റ്റ് ബോഡിയും ആയതുകൊണ്ട് തന്നെ ഹൈവേയിൽ റൈഡ് സ്റ്റെബിലിറ്റി കുറവായിരിക്കും. പിന്നെ ഇ-വി സ്കൂട്ടറുകളുടെ ടെക്നോളജി സ്റ്റിൽ ഡെവലപ്പിംഗ് തന്നെയാണ്. ഇപ്പോഴുള്ള മോഡൽസൊക്കെ 3rd, 4th ജനറേഷൻ ആണ്. ബട്ട് 2 വർഷത്തിനുള്ളിൽ ബെറ്റർ ബാറ്ററി, ബെറ്റർ ഫീച്ചേഴ്സ്, ബെറ്റർ റേഞ്ച്, ലോവർ പ്രൈസ് ഗ്യാരണ്ടീഡ് ആയി വരും. ഈ ഘടകങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ ലോങ് ഡ്രൈവുകൾക്കായി ഒരു ഇലക്ട്രിക് വാഹനം തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ
അല്പകാലം കൂടി കാത്തിരിക്കുന്നത് ഉചിതമായിരിക്കും. സോ ഒരു ഷോർട്ട് യൂസേജ് ഉള്ളവർക്കും സിറ്റി ഡ്രൈവ് മെയിനായിട്ട് നോക്കുന്നവർക്കും 2025 ഒരു EV സ്കൂട്ടർ വാങ്ങുന്നത് ഒരു സ്മാർട്ട് ആൻഡ് കോസ്റ്റ് സേവിങ് ഡിസിഷൻ ആയിരിക്കും. പക്ഷേ ലോങ് റൈഡ് നോക്കുന്നവർക്ക് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ, ബാറ്ററി ലൈഫ്, റീസെയിൽ വാല്യൂ ഇതൊക്കെ കൺസിഡർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു 2-3 വർഷം കൂടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ യൂസ്ഫുള്ളായി എന്ന് തോന്നിയവർ ലൈക്ക് തരണേ. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ടെക് ഓട്ടോ വീഡിയോസ് മിസ്സാകാണ്ടിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോ വരുന്നത് വരെ ദിസ് ഈസ് റൈഡ് ആൻഡ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.